അടിപൊളി കേട്ടാ ഗൈസ്. ഇതാണ് ഇൻഡോർ തീം പാർക്ക്. എവര് നിൽക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ നിൽക്കുന്നതെങ്കിൽ ഇരിക്കും. ഇവിടെ എല്ലാം മറ്റേ ചൈനീസും തൈലാൻഡ് റെസ്റ്റോറൻറ്റ്, ഇന്തോനേഷ്യൻ റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇനി പരീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ നേരെ KFC ഉള്ള സ്ഥലത്തോട്ട് പോകും. 4th ഫ്ലോറിലാന്ന് പറഞ്ഞാൽ അങ്ങനെ 4th ഫ്ലോറിലോട്ട് ഞങ്ങൾ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. എല്ലാവരും നല്ല വിശപ്പ്. ഡെന്നിക്കൊക്കെ ഭയങ്കര വിശപ്പ്. ഹർജിത്തൊക്കെ വാടിയിരിക്കുന്നു, കുട്ടനൊക്കെ വാടിയിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ ഭയങ്കര വിശപ്പ്. ഞങ്ങളങ്ങനെ പോവുകയാണ്, 4th ഫ്ലോറിലോട്ട് പോവുകയാണ്. റെസ്റ്റോറൻറ്റ് 4th ഫ്ലോർ. നമ്മൾ 4th ഫ്ലോറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹർജിത്തും ഞങ്ങളെല്ലാവരും ഗൈസ്. നമുക്ക് ആവശ്യമുള്ള ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി, മേരി ബ്രൗൺ. മേരിക്ക് നമ്മുടെ KFC കണക്കത്തെ അടിപൊളി ചിക്കനാണെന്ന് പറയുന്നത്. അങ്ങനെ മേരി ബ്രൗണിലോട്ട് ഞങ്ങൾ പോവുകയാണ്. Chicken. Oh, they're just looking. ഇത് മറ്റേ ബേക്കറി. ഇവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് വന്ന് കഴിക്കാം. ഒരു ആന അലരുന്ന സൗണ്ട് കേട്ടില്ലേ? ഇതാ തീം പാർക്കിലുള്ള സൗണ്ടാ. ഫ്രൈഡ് റൈസ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി. 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഈ മാംസം നമ്മൾ കഴിക്കുമോ? ലവ്ലി. നോ ഹലാൽ. ഇന്ത്യൻസിനെ അത് സേവ് ചെയ്യത്തില്ല കേട്ടോ. കാര്യം അവർക്കറിയാം നമ്മൾ ഈ സാധനം എന്തായാലും കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നതും അവർ ആ പ്ലേറ്റ് അങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് തന്നില്ല ആ സാധനം. കാര്യമില്ല. കാര്യം നമുക്ക് സേവ് ചെയ്ത ഒരു പച്ച മാംസം വരുന്നതാ, ഡ്രൈ ആയിട്ട് നമുക്ക് തന്നു. അതുകൊണ്ടാണ് നമ്മളത് നോക്കിയില്ല, അവർ നമുക്ക് സേവ് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ മേരി ബ്രൗൺ ഉപേക്ഷിച്ച് തിരിച്ച് വേറൊരു റെസ്റ്റോറൻറ്റിലോട്ട് കയറി. ഇനി അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പച്ചതാ. ഞങ്ങൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതെന്തോന്ന് നമുക്കൊന്നും അറിഞ്ഞൂടാ. ഏതോ ഒരു പേര് വന്ന് ഞങ്ങളങ്ങ് ഓർഡർ ചെയ്തത്. ഇതൊരുമാതിരി വളരെ ശോകം. എന്നാലും ഹർജിത്ത് ചിക്കൻ്റെ ഫാനായതുകൊണ്ട് ഹർജിത്ത് അങ്ങ് കഴിച്ചെന്നേ ഉള്ളൂ. ഹർജിത്തിൻ്റെ 2 ഫ്രൈഡ് റൈസ് പറഞ്ഞു, അതും കൂടെ കൊടുത്തു. ഫ്രൈഡ് റൈസ് കുഴപ്പമില്ല, പക്ഷേ ഇത് ലോക തോൽവി. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഴിക്കാൻ തോന്നും, പക്ഷെ ഒരു കാശിനും കുഴപ്പമില്ല. സാധനം ഞങ്ങൾ വേസ്റ്റ് ചെയ്യാത്ത ഞങ്ങളാണ് അത്ര ഇത് വേസ്റ്റ് ആക്കുന്ന വയ്യ, കഴിക്കാൻ വയ്യ. സത്യമായിട്ട് ഞങ്ങളൊരു പരുവ. ഇനി ശ്രദ്ധിച്ചോ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നിങ്ങൾ ഓർഡർ ചെയ്യും. ഒരു കാരണവശാലും അറിഞ്ഞൂടാത്തൊന്നും ഓർഡർ ചെയ്ത് കേട്ടോ. ഉണ്ടോയെന്ന് ചോദിച്ചു, പക്ഷെ ഇവർക്കൊരു ഐഡിയ ഇല്ല. ഏതാ മാക്ഡോണൾഡ്സ്, KFC ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. KFC, മാക്ഡോണൾഡ്സ് ഒന്നും ഇവിടെ ഇല്ല. മേരി ബ്രൗൺ. ഇവിടെ കയറാൻ ആദ്യം പ്ലാൻ ചെയ്ത്, പക്ഷെ എന്തോ ആ സമയത്ത് പെട്ടെന്ന് അപ്പുറത്തെ കടയിലായിപ്പോയി. അത് ഭയങ്കര ഒരു ഷോക്കുമായിപ്പോയി. വളരെ ബാഡ് ഫുഡായിപ്പോയി. വളരെ ഷോക്കാ കേട്ടാ. പാർക്കിലൊന്നും ആരുമില്ല, ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇൻഡോർ പാർക്കിലോട്ട് പോയി. വളരെ ക്രൗഡ് കുറവായി. ഇപ്പോൾ ഓഫ് സീസണാണോ ഓൺ സീസണാണോ എന്ന് പോലും അറിയാൻ വയ്യ. ഒരു റൈഡിലും കുഞ്ഞുങ്ങളോ പിള്ളേരോ ഒന്നുമില്ല. പിന്നെ മക്കളെല്ലാം ആ ഒരു ഏജ് കഴിഞ്ഞതുകൊണ്ട് അവർക്കും വലിയ താല്പര്യമില്ലായിരുന്നു.
വളരെ ചോദം. നമുക്ക് ചെറിയ ഫീവറിഷ് കണക്കിരുന്നുകൊണ്ട് പിന്നെ ഗെയിംസിലോട്ടൊന്നും ഒരു കയറാതിരുന്നത്. മനുഷ്യരും ഇല്ല. പിന്നെ ഇങ്ങനെ നമുക്കിത് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നത് ട്യൂസ്ഡേ പൊതുവെ മലേഷ്യയിൽ മിക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് തിരക്ക് കുറവാണ്. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും ചൊവ്വാഴ്ച പൊതുവെ ആൾ കുറവുള്ള കണക്കെയാണ് ഇവിടെയും ഭയങ്കര തിരക്ക് കുറവ്. ജസ്റ്റ് ഞങ്ങൾ അകത്ത് കയറി ചെറുതായിട്ടൊന്ന് വിസിറ്റ് ചെയ്തു. ഒരു മൂടും വിസിറ്റ് ഇല്ല, ചെയ്തു ഒന്നിനും പോകാനാണ്. ഞങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് ഇതാണ് ഇവിടുത്തെ എത്രയും തീം പെട്ടെന്ന് പാർക്ക്. പോകുന്ന വഴിക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം പോലെ അങ്ങോട്ട് മേളിലോട്ട് നോക്കിയേ, അടിപൊളി റോയൽ ക്രോസിംഗ്. ആരുമില്ല കേട്ടോ, ഭയങ്കര ശോകം. ഈ ഓഫ് സീസണിന്റെ ഇതുണ്ടായിരുന്നു. വീഡിയോ ഗെയിംസ് പാർക്ക്. ഭയങ്കര കളി, വീഡിയോ ക്ലാസ് ഒക്കെ ഉണ്ട്. ഒന്നുകൂടെ കളി ഞാൻ പ്ലാറ്റ്ഫോം ചാടി പോവാ. ഓ, എല്ലാം തകർത്തിട്ട് പോവാ അസ്ന. ഞങ്ങൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ക്യാമറയ്ക്കകത്ത് ഞാൻ പല ഡ്രോൺ ഷോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നു. എൻ്റെ ക്ലാരിറ്റിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ഈ പാർക്കിൻ്റെ അകത്ത് മൊത്തം ഞങ്ങളൊരു നടന്ന് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത് എടുത്തു വരുന്നു. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും റൂമിലോട്ട് പോകാൻ മതി, കാര്യം അത്രയ്ക്കും ഭയങ്കര ടയർഡായി. പറഞ്ഞാലും തീരാത്ത ഒരുപാട് റൈഡ്സ് ഉണ്ട് ഇൻഡോറിൻ്റെ അകത്ത്. അത് പിന്നെ ഇതുപോലെ തന്നെ ഇവർക്ക് ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്. പക്ഷെ അതിന്ന് ട്യൂസ്ഡേ അവധി ആയതുകൊണ്ടാണ് അത് ഓപ്പൺ ആക്കാത്തത്. നമുക്ക് നല്ല ടയർഡായതുകൊണ്ടാണ് ഓരോ റൈഡിലോട്ട് കയറാൻ പറ്റാത്തത്. ഇഷ്ടം പോലെ റൈഡ്സ് ഉണ്ട്. ഇതിൻ്റെ ലൈറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതാ ഓരോ സ്ഥലത്തു നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കണമെന്നെല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് തിരിച്ച് റൂമിലോട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നത്. ഗൈസ്, ഇതാണ് കാസിനോ. ഏറ്റവും വലിയ കാസിനോ മലേഷ്യയിൽ. അതായത് ഭയങ്കരമായിട്ട് പൈസ പോവുകയും ചെയ്യും, പൈസ കിട്ടുകയും ചെയ്യും. ഞാനും പിള്ളേരും അങ്ങോട്ടൊന്നും ആ ഏരിയയിലോട്ട് പോയില്ല. കാര്യം വലിയവർക്ക് മാത്രമേ ഉള്ളൂ, തായ്ലാൻഡ്, പിള്ളേർക്ക് എൻട്രി ഇല്ല. പിന്നെ ഇന്തോനേഷ്യ, ഇവരുടെയൊക്കെ ഫുഡായിട്ടാ. ഈ കോംപ്ലക്സിലെല്ലാം ഭയങ്കര ഹെവി റേറ്റ് ആണ്. 179 എഴുതിക്കുന്നല്ല പറഞ്ഞാൽ 5000 രൂപയ്ക്കകത്തൊക്കെ വരും. ബ്രേക്ക്ഫാസ്റ്റ് ശരിച്ചൊന്ന് നിന്നുപോയി പാട്ട് കേട്ട്. നല്ല അടിപൊളി പാട്ടാണ്. വീഡിയോയ്ക്കകത്ത് എത്ര ക്ലിയർ ഉണ്ടെന്ന് അറിഞ്ഞടാ, പക്ഷെ കുറേ നേരമായിരുന്നു ആ പാട്ട് കേൾക്കാൻ തോന്നി. നമുക്ക് ഭാഷയൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും റിയലി എൻജോയബിൾ ആയിരുന്നു. ഗൈസ്, വളരെ അടുത്തായിരുന്നു കേട്ടാ. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, ഗെൻറ്റിങ് സ്കൈ വേൾഡ്. ഇതാ ഇത് സ്കൈ വാക്ക്. അവിടുന്ന്
ആ കേബിൾ കാർ വഴി ഇറങ്ങി നമ്മൾ ഇത് വഴി കൂടെ വേണം നമ്മുടെ ഹോട്ടലിലോട്ട് പോകാം. ഇവിടെ കയറുന്നതിന് ഞങ്ങൾ കുറേ നേരം റൗണ്ട് ചെയ്ത് പോയി നോക്കിയാൽ അടിപൊളിയായിട്ടിരിക്കും. ആരുമില്ല കേട്ടോ, ഇന്ന് അവധിയായി തീം പാർക്ക്. ഇതാ അതാണ് ഞങ്ങൾ താമസിക്കുന്ന സ്കൈ വേൾഡ് ജെൻഡി ഹോട്ടൽ. രാത്രിയൊക്കെ കേബിൾ കാർ പോകുന്നുണ്ട്. എത്ര മണിയെല്ലാം നടന്നതാ, രാത്രിയെല്ലാം പോകുന്നുണ്ട്. ഭയങ്കര കാലാവസ്ഥ കേട്ടാ, അടിപൊളി, ഭയങ്കര കാലാവസ്ഥ. ഇല്ല, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ. ഈ ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എക്സ്ക്ലൂസീവ്ലി ലൈന് അവർ ഡയറക്റ്റ് ഈ കോംപ്ലക്സിലോട്ട് പോകാനുള്ള ഒരു റൈറ്റ്സ് ഉള്ളു. ഇതെല്ലാം ഒരാളുടെ പ്രോപ്പർട്ടിയാണ്. നേരത്തെ നമ്മൾ ടെമ്പിൾ, ചീച്ചോ ടെമ്പിൾ, പിന്നെ അർജിത്ത് മോൻ കുറെ പോക്കിമാൻ കാർഡുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് റൂമിലോട്ട് വരാൻ പോവാണ്. രാത്രി ഇവിടെ 7:30 ആയി. ഇനി ഒന്നും കഴിക്കാം, ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഓക്കെ ഗൈസ്, അത് കണ്ട എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതാണ് വേൾഡ് ഫസ്റ്റ് ഹോട്ടൽ, വേൾഡ് ലാർജസ്റ്റ്. അവിടെ നമ്മൾ റൂം നോക്കിയപ്പോൾ റൂം കിട്ടിയില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്.